ക്ഷീരകർഷകർക്ക് ഒരാദരവിരുന്ന്. ഒരു പശു, ഒരാട്, ഒരു കോഴിക്കൂട്, ഇത്തിരി ചേമ്പ്, ചേന, ഇഞ്ചി. ഇതൊരു സാധാരണ ഗ്രാമീണ കുടുംബരംഗം. 2015-16 ഈ രംഗത്തെ പ്രഗത്ഭരെ കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് ആദരിക്കുകയുണ്ടായി. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ. അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി ശ്രീ അനിൽ സേവ്യർ IAS സ്വാഗതമോദി. ആദരിക്കുകയും അവരുടെ പ്രയത്നത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീ കെ മുരളീധരൻ MLA ചടങ്ങിൽ ആധ്യക്ഷം വഹിച്ചു. യുവ കർഷകരെ പ്രത്യേകം ആദരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ യങ് ജനറേഷനാണ് ഈ കൃഷിയോട് അല്പം മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഡോക്ടറാകണം, എൻജിനീയർ ആകണം, അല്ലെങ്കിൽ IT മേഖലയിൽ പോകണം എന്നൊക്കെയാണ്. ഇതൊക്കെ വേണം, അത് തന്നെയാണ് പ്രധാനപ്പെട്ട. പക്ഷേ അതിൻ്റെ കൂടെ ഈ കൃഷി എന്നതൊരു ഫുൾ ടൈമായിട്ട് നടത്തേണ്ട കാര്യമല്ല. നമ്മളുള്ള സമയം വെച്ചിട്ട് അവനവന് കഴിയുന്ന രീതിയിൽ കാർഷിക മേഖലയിൽ നമ്മുടെ സംഭാവന നൽകുക. ബഹുമാനപ്പെട്ട ക്ഷീരവികസനം വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സംസ്ഥാന അവാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. (2015) മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് പരമാവധി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളുടെ സംരക്ഷക കർഷകൻ എന്ന നിലയിൽ വയനാട് കൽപ്പറ്റ ചുണ്ടപ്പാടി പുഴമുടിയിലെ T5 ഇൻ്റഗ്രേറ്റഡ് ഫാമിലെ ശ്രീ അബ്ദുൾ റഷീദ് സ്വന്തമാക്കി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും. മികച്ച രീതിയിൽ വൈവിധ്യമാർന്ന മൃഗസംരക്ഷണ പ്രവർത്തനം നടത്തി ഉയർന്ന വരുമാനം സ്വായത്തമാക്കുന്ന കർഷകനുള്ള മികച്ച സമ്മിശ്ര കർഷക അവാർഡ് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും തൃശൂർ അഷ്ടമിച്ചിറ പഴയാറ്റിൽ ഹൗസിലെ ശ്രീ സെബി പഴയാറ്റിൽ കരസ്ഥമാക്കി. ഏറ്റവും കുറഞ്ഞത് 50 പശുക്കളുള്ള ഫാമുകളിൽ പശുക്കളുടെ എണ്ണം, ആരോഗ്യസ്ഥിതി, ആധുനിക സാങ്കേതിക വിദ്യ നടപ്പാക്കൽ എന്നീ ഘടകങ്ങളിലെ മേന്മ പരിഗണിച്ച് മികച്ച കൊമേഴ്സ്യൽ ഡയറി ഫാമിനുള്ള അവാർഡ് കോഴിക്കോട് പുതുപ്പാടി കക്കാട് കണ്ടത്തും തൊടുകയിൽ ശ്രീ ഫിലിപ്പ് KC ലഭിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും. സ്വന്തമായി മൃഗസംരക്ഷണ മേഖലയിൽ സംരംഭം ആരംഭിച്ച വനിതയ്ക്കുള്ള മികച്ച വനിതാ സംരംഭക അവാർഡ് 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും പാലക്കാട് ഗോവിന്ദാപുരം മുതലമട ചപ്പാക്കാട് KSR എലൈറ്റ് ഫാമിലെ ശ്രീമതി ലളിത രാമകൃഷ്ണൻ സ്വന്തമാക്കി. 35 വയസ്സിൽ താഴെയുള്ളതും മൃഗസംരക്ഷണ മേഖലയിൽ സംരംഭങ്ങൾ നടത്തിവരുന്നതുമായ യുവതീ യുവാക്കൾക്കുള്ള മികച്ച യുവ കർഷകൻ അവാർഡ് 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും മലപ്പുറം കുളത്തൂർ പലകപ്പറമ്പ് കാലടി വീട്ടിൽ ശ്രീ ഹൈദർ നിയാസ് K കരസ്ഥമാക്കി. ജില്ലാതല അവാർഡ് വിതരണവും കർഷകർക്കുള്ള ധനസഹായ വിതരണവും തദവസരത്തിൽ നടന്നു. ഇവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങിയ എല്ലാ കർഷകരെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുക. നമ്മുടെ ഈ മേഖലയ്ക്ക് പ്രോത്സാഹനം അതുപോലെ തന്നെ പ്രചോദനവും നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റും ഇത്തരം അവാർഡുകൾ നൽകുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് നഗരപ്രദേശങ്ങളിലടക്കം എങ്കിലും പ്രധാനമായി
ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാനം ആ നിലയിൽ തങ്ങളുടെ വീടുകളിൽ തന്നെ ഒരു പശുവിനെ അല്ലെങ്കിൽ ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു എരുമയെ ആ രീതിയിൽ വളർത്തുന്ന ഒരു സിസ്റ്റമുണ്ട്. പക്ഷേ ആ സിസ്റ്റം ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിൽ വളരെ വളരെ കുറഞ്ഞു വരികയാണ്. നമുക്ക് പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ലക്ഷ്യം, ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഈ ഒരു പശുവിനെയും രണ്ട് പശുവിനെയും വാങ്ങി സംരക്ഷിക്കുന്ന വളർത്തുന്ന കർഷകനെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അതോടൊപ്പം കൂടുതൽ കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഫാമുകൾ നടത്തുന്ന കർഷകരെയും ഒക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. ആശംസകൾ നേർന്നുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ശ്രീമതി രാഖി രവികുമാർ, KSPDC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സുനിൽ കുമാർ, KLD ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് ജെയിംസ്, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശ്രീ ജോർജ് കുട്ടി ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ NN ശശി കൃതജ്ഞത നേർന്നു. മികച്ച സമ്മിശ്ര കർഷക അവാർഡ് നേടിയ സെബി പഴയാറ്റിലിൻ്റെ അന്നാസ് സ്വിസ് ഫാമിലൂടെ ആവാം വീണ്ടുമൊരു നൂറുമേനി യാത്ര. ക്ഷീരധാരയിലുണരുന്നൊരു മിശ്ര കാർഷിക മഞ്ചരി. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ എവിടെയൊക്കെ കിട്ടിയാലും പെറ്റമ്മയോടും പിറന്ന നാടിനോടുമുള്ള ആത്മബന്ധം സ്വന്തം ലാവണത്തിലേക്ക് മടങ്ങാൻ ആരെയും നിർബന്ധിതരാക്കുക തന്നെ ചെയ്യും. ജീവിതകാലത്തെ പൂർവാന്നം മുഴുവൻ സ്വിറ്റ്സർലാൻഡിലെ സൗഭാഗ്യ തീർത്ഥങ്ങളിൽ ജലകേളിയാക്കി ഇപ്പോൾ സ്വന്തം മണ്ണിൽ ജീവിത സ്വപ്ന സൗധങ്ങൾ പടുത്തുയർത്തി കൃതകൃത്യരായ ഒരു കുടുംബമാണ് ഇന്ന് നൂറുമേനിക്ക് ആതിഥേയത്വം നൽകുന്നത്. തൃശൂർ അഷ്ടമിച്ചിറ കോൾക്കുന്നിൽ സെബി പഴയാറ്റിലിൻ്റെ അന്നാസ് സ്വിസ് ഫാം. ഇതൊരു പശു വളർത്തൽ കേന്ദ്രമാണോ എന്ന് ചിന്തിച്ചാൽ ആണോ എന്നും അല്ലേ എന്നായാൽ അതെ എന്നുമാവും പ്രതികരണം. കാരണം വീട്ടിൽ വളർത്താവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ ഇവിടെയുണ്ട്. തുടക്കം പശു വളർത്തലിൽ. ഈ സംരംഭത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു സെബി പഴയാറ്റിൽ. അന്നാസ് ഫാമിൻ്റെ ആദ്യത്തെ സംരംഭമായ ഡയറി ഫാമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് ഇത് 11ാമത്തെ വർഷമാണ്. ആദ്യം 12 പശുക്കളെ വെച്ചാണ് ഇത് തുടങ്ങിയത്. ഒത്തിരി പേര് ഈ ഫാമിൻ്റെ ഘടന തന്നെ കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും വരാറുണ്ട്. എത്ര ചൂട് പുറത്തുണ്ടെങ്കിലും ഈ അതികഠിനമായ ചൂടിൻ്റെ അവസ്ഥയിലും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ രൂപകൽപ്പന തന്നെയാണ്. എത്ര ചൂടുണ്ടെങ്കിലും എപ്പോഴും നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. ഇതിൻ്റെ നടുഭാഗം വളരെ ഹൈറ്റ് കൂട്ടിയാണ് പണിതിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത, ഇത് പനയോല കൊണ്ട് മേഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അത് ചെയ്തത് മൂലം ചൂട് വളരെ കുറവാണ്. 10-12 വർഷത്തേക്ക് പിന്നെ നമ്മൾ കാര്യമായിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ തൊഴുത്ത് പണിത് തന്നെ വളരെ ലോ കോസ്റ്റിലാണ്. പശുക്കൾക്ക് ആവശ്യമായ ശുദ്ധവായുവും തണുപ്പുള്ള അന്തരീക്ഷവും, ടൈൽസ് പാകി വൃത്തിയും വെടിപ്പുമുള്ള പുൽത്തൊട്ടി, വിശാലമായ പശുത്തൊഴുത്ത്, പശുക്കളുടെ കാൽ വഴുതാത്ത വിധം ഡയമണ്ട് കട്ട് ടൈൽസ് പാകിയ തറ. ഇതുമൂലം തൊഴുത്തിലെ മലിനജലം നന്നായി വാർന്നു പോയിക്കൊള്ളും.
24 മണിക്കൂറും പശുക്കൾക്ക് വെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അത് കുടിക്കുന്നതനുസരിച്ച് അതിനകത്ത് നിറഞ്ഞു വരും. പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നതിലുമുണ്ട് ചില ചിട്ടകൾ. ഒരു നേരം പുല്ല്. 13 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ഹൈഡ്രോഫോണിക്സ് യന്ത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു നേരം ഹൈഡ്രോഫോണിക്സ് തീറ്റ. പക്ഷേ ഹൈഡ്രോഫോണിക്സ് ബിസ്ക്കറ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പാലിൻ്റെ അളവിലും പാലിൻ്റെ ഗുണത്തിലും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പശുക്കളുടെ ഹെൽത്തിലും കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പശുക്കൾ പ്രസവിച്ച് 1 മാസം കഴിയുമ്പോഴേക്കും അവർ ഹീറ്റ് കാണിച്ചു. 2ാമത്തെ ഹീറ്റിൽ ഇൻസെമിനേഷൻ ചെയ്തു. പശു ചെന പിടിച്ചു. അരിത്തവിട്, പരുത്തി തേങ്ങാ പിണ്ണാക്ക്, സോയ, ചോളം മാവ്, കാലിത്തീറ്റ, സാൾട്ട്, മിനറൽ മിക്സ്ചർ എന്നീ അഷ്ടവർഗങ്ങളുടെ സാന്ദ്രീകൃത തീറ്റയാണ് 2 നേരം. ഇപ്പോൾ ഈ തൊഴുത്തിലുള്ളത് 40 പശുക്കളാണ്. അതിനകത്ത് കൂടുതലും HF ആണ്, ജേഴ്സിയുമുണ്ട്. അതങ്ങനെ സ്വാഭാവികമായിട്ട് വന്നെന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഗുണം, ജേഴ്സി പശുക്കൾക്ക് പാലിൻ്റെ അളവിൽ സ്വല്പം കുറവാണെങ്കിലും നല്ല ഫാറ്റുള്ള പാലാണ് ജേഴ്സി പശുക്കളിൽ നിന്ന് കിട്ടുന്നത്. HF പാൽ കൂടുതൽ തരും, പക്ഷേ അതിൽ ഫാറ്റ് കുറവായിരിക്കും. പക്ഷേ ഈ 2 പാലും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ പിന്നെ ഇവിടുത്തെ തീറ്റയുടെ പ്രത്യേകത കൂടെ ഉണ്ടായിരിക്കാം. 4% ഫാറ്റാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് മിനിമം. അത് 6.2 വരെ ഞങ്ങൾക്ക് റെക്കോർഡ് ഫാറ്റ് കിട്ടിയിട്ടുണ്ട്. എരുമപ്പാലൊന്നും മിക്സ് ചെയ്യാണ്ട് തന്നെയാണ് ഈ ഫാറ്റിൻ്റെ അളവ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത്. ഇപ്പം നിൽക്കുന്ന ഈ 40 പശുക്കളിൽ 27 പശുക്കളും ചെന പശുക്കളാണെന്നുള്ളതും ഈ ഫാമിൻ്റെ വിജയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പുലർച്ചെ 2:30 മണിക്ക് അന്നാസ് സ്വിസ് ഫാം ഉണരുകയായി. കറവയ്ക്ക് സജ്ജമാക്കാൻ തൊഴുത്ത് വൃത്തിയാക്കി പശുക്കളെ കുളിപ്പിക്കലാണ് ആദ്യപടി. ചാണകം യഥാസമയം തന്നെ നീക്കം ചെയ്യുന്നു. തൊഴുത്ത് കഴുകുന്ന വെള്ളം ഒരു ടാങ്കിൽ സംഭരിക്കപ്പെടുന്നു. കാറ്റിനും വായു സഞ്ചാരത്തിനുമായി എപ്പോഴും കറങ്ങുന്ന ഫാനുകൾ. രാവിലെ 4 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും കറവ ആരംഭിക്കും. ഒരു ദിവസം ശരാശരി 360 ലിറ്റർ പാൽ. ഫാമിനോട് ചേർന്നുള്ള സെയിൽസ് കൗണ്ടറിൽ രാവിലെ 4:30 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 3 മണി വരെയും പാൽ ലഭ്യമാണ്. പാലിൻ്റെ ഗുണമേന്മ വളരെ ദൂരെ നിന്ന് പോലും ആവശ്യക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. മാള ഡിവിഷനിലെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ കവിത എ എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും വിദഗ്ധ നിർദ്ദേശങ്ങളും ഈ ഫാമിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി നൽകി വരുന്നു. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളതിനാൽ വീട്ടാവശ്യത്തിനും ഫാം ആവശ്യത്തിനും വേണ്ടുവോളം ഗ്യാസ്. 4 ഏക്കർ സ്ഥലത്ത് ഒരു മാതൃകാ പുൽത്തോട്ടമുള്ളതിനാൽ സ്ലറി അവിടേക്ക് പമ്പ് ചെയ്യും. മാറി മാറി 5 പശുക്കളെ വീതം വ്യായാമത്തിനായി പുറത്തിറക്കും. പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി ഇവിടെ വിൽക്കുന്നുണ്ട്. തൈര്, നറുനെയ്യ് എന്നിങ്ങനെ. ചാണകം ഉണക്കിപ്പൊടിച്ച് ചാക്കുകളിലാക്കി ചാക്കൊന്നിന് 180 രൂപ നിരക്കിൽ വിൽക്കുന്നു. വർഷത്തിൽ ഒരു പശുവിന് ഒരു കിടാവ് എന്നതാണ് ഇവിടുത്തെ പ്രസവരീതി. സെബിയുടെ മകൻ ബിൽട്ടന് കളിക്കൂട്ടുകാരാണ് പശുക്കിടാങ്ങൾ. ഇനി ആടുകളുടെ ലോകത്തേക്കാകാം നമുക്ക് യാത്ര.
നാടൻ മലബാറി ഇനങ്ങളാണ് ആടുകൾ. ആടുകൾക്ക് താമസിക്കാൻ ഇരുനില ഷെഡാണ്. തെങ്ങിൻ കഴുക്കോലുകൾ ആടുകളുടെ കാല് കുടുങ്ങാത്ത വിധം ഉറപ്പിച്ചതാണ് തട്ട്. ആട്ടിൻകാഷ്ടം ചുവട്ടിൽ സംഭരിക്കപ്പെടുന്നതിനാൽ കൂട് എപ്പോഴും വൃത്തിയായിരിക്കും. രാവിലെ കൂട് തുറന്നാൽ വിശാലമായ പറമ്പിലേക്ക് ഉത്സാഹഭരിതരായി ഇറങ്ങുന്ന ആടുകൾ. ഇടയ്ക്ക് അമ്മയുടെ മുലക്കാമ്പിൽ ധൃതി പിടിച്ചു നുണയുന്ന കുട്ടന്മാരുമുണ്ട്. കണ്ണിൽ ശാന്തഗംഭീരഭാവത്തോടെ ഇതാ ഒരു കൂറ്റനാട്. രൗദ്രഭാവത്തോടെ ഇതാ വേറൊരു കൂറ്റൻ. ഇണ ചേർക്കാൻ പല സ്ഥലങ്ങളിൽ നിന്നും ആടുകളെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. പ്ലാവില, വാഴയില, കൊന്നയില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളാണ് ആടുകൾക്ക് ഇഷ്ട ആഹാരം. മരം മുറിക്കാർ മരത്തോല് വാഹനങ്ങളിൽ മിതമായ വിലയ്ക്ക് ഇവിടെ എത്തിക്കും. ഭക്ഷണം വരുന്നതറിഞ്ഞ് ആടുകളുടെ ഒരാക്രാന്തം കണ്ടില്ലേ? ഉഴുന്നും തവിടും ചോളവും ആടുകൾക്ക് നൽകുന്നുണ്ട്. ഈ സാധനങ്ങളും ചാക്ക് കണക്കിന് ഇവിടെ നേരിട്ടെത്തിക്കുന്നവരുണ്ട്. എന്തിലുമുപരി ഫാം മാനേജറുടെ ശ്രദ്ധ. പാല് ആട്ടിൻകുട്ടികൾക്ക് കുടിക്കാൻ മാത്രമുള്ളതാണ്. വളർത്താനും മാംസാവശ്യത്തിനും ആടുകളെ വിൽക്കുന്നു. പെണ്ണാടിന് കിലോയ്ക്ക് 350 രൂപയും ആണിന് 300 രൂപയും ഇപ്പോൾ വില. ആടുകൾക്ക് 2 വർഷത്തിനിടയിൽ 3 പ്രസവം. ഒന്നിലേറെ കുട്ടികൾ ഒരു പ്രസവത്തിലുണ്ടാവും. ആട്ടിൻകാഷ്ടം